പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് മാർക്കറ്റിൽ നിന്ന് സാധാരണ നമ്മൾ സൗദിയിലുള്ള സമയത്ത് അവിടെ നിന്ന് മേടിക്കുമ്പോൾ 10 റിയാലിനാണ് ഒരു കിറ്റ് കിട്ടാറുള്ളത്. പക്ഷെ ഇവിടെ നിന്ന് ഒരു കിറ്റ് മേടിച്ചപ്പോൾ അത് 180 രൂപ. നമ്മുടെ ഇവിടുത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബീട്രൂട്ട് ഉണ്ട്, അതുപോലെ ക്യാബേജിൻ്റെ ഒരു കഷ്ണമുണ്ട്, കുറച്ചാലും പച്ചമുളക്, അതുപോലെ നമ്മുടെ മുട്ടക്രോസിൻ്റെ ഒരു ചെറിയ പീസ്, ഒരു കായുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു മുരിങ്ങയ്ക്ക അത്ര പിന്നെ ഇതൊന്നും അല്ല എങ്കിലും കുറെ ഒരു 2-3 പീസേ ഉള്ളൂ. എനിക്കൊന്നും മുരിങ്ങയ്ക്ക് വില കൂടുതലായിരിക്കും, അതായിരിക്കും ഇതിന് 2 പീസ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ ഒരു പീസ് ഉണ്ട്, അത് വേണേൽ നമുക്ക് മത്തങ്ങയുടെ എരിശ്ശേരി ഉണ്ടാക്കാം. പാവയ്ക്ക 2 പീസ് പാവയ്ക്ക ഉണ്ട്, വഴുതനങ്ങ, അങ്ങനെ കോവയ്ക്ക, വെണ്ടയ്ക്ക, അതുപോലെ ഐറ്റംസ് എല്ലാം ഉണ്ട്. 150 രൂപയ്ക്ക് അത് നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല, ലാഭം തന്നെയാണ്. നമുക്കൊരു നമ്മുടെ ചെറിയൊരു ഫാമിലിയെ സംബന്ധിച്ചുള്ള ഒരു ഒരു അവിയലും 2-3 സാമ്പാറും അതിനകത്ത് തന്നെ വേണമെങ്കിൽ ഒരു എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നൊരു വാഴ ഒടിഞ്ഞു വീണപ്പോൾ കിട്ടിയൊരു കൂമ്പാണ്, അതിനെ നാളെ തോരനാക്കണം. മഴയല്ലേ, മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഒടിഞ്ഞു വീണ. അതുപോലെ തന്നെ ഒരു കടച്ചയ്ക്ക കിട്ടിയിട്ടുണ്ട്. കടച്ചയ്ക്ക അതാണ് നിങ്ങൾ പൈനാപ്പിൾ അത് നല്ല പഴുത്ത തന്നെയാണ്. ഇതിനെ വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് നാളത്തെ അജണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വഴിയോരങ്ങളിലെല്ലാം പച്ചക്കറി കിറ്റുകൾ ഇഷ്ടംപോലെ ധാരാളമായിട്ട് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ വിഷരഹിതമായ പച്ചക്കറിയാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇതൊക്കെ കൊണ്ട് തൃപ്തിപ്പെടാം, അല്ലേ? ഓക്കെ, ബൈ.